ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേർക്ക് ഇപ്പോഴും ഗിയറും ക്ലച്ചുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനുണ്ട്. അതായത് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് ഗിയർ മാറ്റേണ്ടതെന്ന് റോഡ് വെച്ച് മനസ്സിലാക്കി ചെയ്യാനായിട്ട് അറിയത്തില്ല. അതുപോലെ തന്നെ ഗിയർ മാറ്റുമ്പോൾ ക്ലച്ച് കൃത്യമായിട്ടുള്ള ഒരു ടൈമിങ്ങിൽ ചവിട്ടാൻ കഴിയത്തില്ല. ക്ലച്ച് റിലീസ് ചെയ്യുന്നതൊന്നും കറക്റ്റ് ആകില്ല. ഇതുകൊണ്ട് പലപ്പോഴും വാഹനത്തിൻ്റെ ഉള്ളിൽ ഗിയർ മാറ്റി കഴിയുമ്പോൾ ഒരു വിറയൽ അല്ലെങ്കിൽ വണ്ടി പെട്ടെന്ന് ഓഫായി പോകുന്നൊരു സാഹചര്യം പല ആൾക്കാർക്കും വരാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എപ്പോൾ എവിടെ ക്ലച്ച് ചവിട്ടി എപ്പോൾ എങ്ങനെ കൃത്യമായിട്ട് റോഡ് മനസ്സിലാക്കി ഗിയർ ടൈമിങ്ങിൽ ഇടാമെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ഗിയർ നമ്മൾ ചേർത്തിടുകയാണ്. ഇനി ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റാൻ പാടില്ല. അതായത് നിങ്ങൾ കൈ ഉപയോഗിച്ചത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് തെറ്റാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ന്യൂട്രൽ പൊസിഷനിലാക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഗിയർ ലിവർ ചേർക്കാനായിട്ട് ശ്രമിക്കുക. അതിന് കൈ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നത് നല്ലതാണ്. എന്നിട്ട് മുകളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് ഗിയർ ഇടാം. ഇനി നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ വലിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. അപ്പോൾ ഇടയ്ക്കുള്ള ന്യൂട്രലിനെ നിങ്ങളൊന്ന് ഓർത്ത് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഫസ്റ്റ് ന്യൂട്രൽ സെക്കൻഡ് ഇങ്ങനെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഗിയർ ഇടുന്ന സമയത്ത് ഇങ്ങനെ തിടുക്കത്തിൽ ഗിയർ ഇടേണ്ട കാര്യമില്ല. നിങ്ങൾ സാവധാനം ഇട്ടാൽ മതി. അപ്പോൾ സാവധാനം ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളിൽ പല ആൾക്കാർക്കും അടുത്തൊരു ഗിയർ കൊടുക്കുമ്പോൾ ഓഫായി പോകുമോ എന്നുള്ളതാണ് പേടി. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ഗിയർ ഇതേ ചേർത്തിടുന്നു. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു. എന്നിട്ട് ആക്സിലറേറ്റർ പെഡലിലേക്ക് വലതേ കാല് ചെരിച്ച് വെച്ചു. എന്നിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് പതുക്കെ ഒന്ന് ആക്സിലറേഷൻ പതുക്കെ കൊടുത്ത് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഞാനിത് അയച്ചു വണ്ടി ഞാൻ ഇങ്ങനെ മെല്ലെ എടുക്കുകയാണ്. ഈ എടുത്താൽ നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടി ഒരു ചെറിയൊരു റണ്ണിങ് ആയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് സെക്കൻഡ് ഇടാവുള്ളൂ. ഒരു കാരണവശാലും എടുത്താൽ ഉടൻ സെക്കൻഡ് കൊടുക്കരുത്. ഇപ്പം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ എടുത്തു, വണ്ടി ഒന്ന് നേരെയാക്കിയിട്ട് നമ്മളൊന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു ചെറിയ ചലനം നൽകുക. എന്നിട്ട് ഇതുകൊണ്ട് ഒരു കൈ നമ്മളിവിടെ സ്റ്റിയറിംഗിൽ ബാലൻസ് ചെയ്തുകൊണ്ട് ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങനെ ഇടുന്നു. എന്നിട്ട് ഞാൻ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇതുകൊണ്ട് എൻ്റെ വണ്ടി ഇതുകൊണ്ട് ചെറുതായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ ഒതുക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയർ കറക്റ്റായിട്ട് നമുക്ക് തെറ്റാതിടാനായിട്ട് കഴിയും. അപ്പോൾ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നമുക്ക് തെറ്റാതിരിക്കാനായിട്ടാണ് ഈ മൂവിങ് നമ്മൾ കൊടുക്കുന്നത്, ആക്സിലറേഷൻ കൊടുക്കുന്നത്. ആ സെയിം ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ചേൽ കാലെടുത്ത് വെക്കുക, ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഗിയർ കൊടുക്കുക. ഇനി നമ്മളിങ്ങനെ ഓടിച്ചു വരുമ്പോൾ മുന്നിലൊരു കയറ്റമോ ഒരു ജംഗ്ഷനോ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾ തൊട്ട് താഴെ കയറ്റത്തിന് മുന്നമേ തന്നെ ഇതുണ്ടോ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുക്കുക. അപ്പം ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇതുണ്ട് ഇതുപോലെ കൈ യൂസ് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുക. അതായത് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി ഈ കാര്യങ്ങൾ ഈ കൈ യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗിൽ കൈ വരുന്നതും ക്ലച്ച് യൂസ് ചെയ്യുന്നതും ഈ മെത്തേഡിലേക്ക് ആക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയറിലെടുത്തു. ഇനി വീണ്ടും ഞാൻ സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ റോഡിൻ്റെ സാഹചര്യവും മനസ്സിലാക്കണം. നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഞാൻ സെക്കൻഡ് കൊടുത്തത് ഈസി ആയിട്ടാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ കയറ്റം കൂടിയ ഒരു റോഡാണ്. അപ്പം ഞാൻ ഇവിടെ സെക്കൻഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേഷൻ കുറച്ചും കൂടെ കൂടുതലായിട്ട് കൊടുക്കണം. അതാണ് റോഡിൻ്റെ സാഹചര്യം മാറുന്നത്. ആക്സിലറേഷൻ കുറച്ചും കൂടെ കൂടുതൽ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കി ആക്സിലറേഷൻ കുറച്ചു, ക്ലച്ച് ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി കണ്ടു ഉരുണ്ടോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ന്യൂട്രാക്കി സെക്കൻഡ് കൊടുത്തു, ക്ലച്ച് ചെയ്യുന്ന അയച്ചു, വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു. കണ്ടോ? അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് തിടുക്കത്തിൽ ഗിയർ ഇടേണ്ട സാഹചര്യവും വരത്തില്ല. അതുപോലെ തന്നെ സെക്കൻഡ് ഗിയർ ഇട്ട് ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഉരുളും. അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? നമ്മൾ കൊടുത്ത ആക്സിലറേഷൻ, ആദ്യം കൊടുത്ത ആക്സിലറേഷൻ്റെ സ്പീഡാണ്. ആ സ്പീഡിൽ കുറേ സമയം നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത്, ഗിയർ മാറ്റാനായിട്ട് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് വണ്ടി ഉരുളും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നിങ്ങൾ അറിയേണ്ടത് നമ്മൾ സെക്കൻഡ് വരികയാണ്. തേർഡ് നമ്മൾ എപ്പോഴാണ് കൊടുക്കേണ്ടത്? തേർഡ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ആക്സിലറേഷൻ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തേർഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ തന്നെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇത്തിരി സ്പീഡാക്കണം നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ. എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ഇതുകൊണ്ട് ക്ലച്ച് ചെയ്യാൻ ചവിട്ടി ഇപ്പോഴും വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്തു. എന്നിട്ട് ഇതുകൊണ്ട് വീണ്ടും ഞാൻ ബ്രേക്ക് ബാലൻസ് ചെയ്ത് വരികയാണ്. അപ്പോൾ തേർഡ് ഗിയറിന് ഒരു പ്രത്യേകതയുണ്ട്, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഞാനിവിടെ ഒരു വളവാണ്, ബ്രേക്കിലൊന്ന് വന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്തുകൊണ്ട് ഇതുകൊണ്ട് ക്ലച്ച് ചവിട്ടി പിടിച്ചുകൊണ്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട്
ഇങ്ങനെ ഇതുകൊണ്ടോ വാഹനം ഈ സൈഡിലേക്ക് ഞാൻ ചേർത്തു. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ സെക്കൻഡ് കൊടുത്തത്? ഫ്രണ്ടിലൊരു വളവായതുകൊണ്ട്. അപ്പോൾ തേടി പോകത്തില്ലേ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകും. തേടി പോകത്തില്ല. കാരണം ആ വളവെടുക്കുന്ന സമയത്ത് നമ്മൾ തേടിലാണ് വരുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള ഒരു സ്റ്റിയറിംഗ് ബാലൻസ് കറക്റ്റായിട്ട് കിട്ടണം. അതായത് ലെഫ്റ്റ് സൈഡ് ചേർക്കാനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കഴിയണം. അതില്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഡൗൺ ചെയ്ത് സെക്കൻഡ് കൊടുത്താൽ പതിയെ നിങ്ങൾക്ക് ടേൺ എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ തേർഡ് ഗിയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും നിരപ്പായിട്ടുള്ള പ്രതലത്തിലോ അതുപോലെ ചെറിയ വളവുകളിലൊക്കെയാണെങ്കിൽ നമുക്ക് തേടി കൊടുക്കാം. ഇവിടെയൊക്കെ നമുക്ക് വേണ്ടത് സെക്കൻഡ് ഗിയർ തന്നെയാണ്. ഇതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു വളവെടുത്ത് വരുവാണ്. എന്നാൽ ഇതുകൊണ്ട് ഇപ്പോൾ വളവും കഴിഞ്ഞ് ഇവിടെ ചെറിയൊരു കയറ്റം കണ്ടു. ഇവിടെ നമ്മൾ തേട് കൊടുക്കുന്നത് സേഫ് അല്ല. നമ്മൾ ഇവിടുന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഇതുകൊണ്ട് വണ്ടിക്ക് സ്പീഡാക്കി അവിടെ സ്ട്രെയിറ്റ് റോഡ് ചെറിയ വളവാണെന്ന് കരുതിയാൽ നമുക്ക് ഇതുകൊണ്ട് സ്പീഡാക്കി കഴിഞ്ഞാൽ ഇതുണ്ടോ നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതുകൊണ്ട് ഇപ്പോൾ ക്ലച്ച് ഓടുമ്പോൾ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ്. ഇത് ന്യൂട്രാക്കി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു. കണ്ടപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ നമ്മുടെ വാഹനം വരുന്നതുണ്ടോ. അപ്പം ചെറിയ വളവുകളും നിരപ്പായിട്ടുള്ള പ്രതലമാണെങ്കിൽ തേടിപ്പോവും. എന്നാൽ വലിയ വളവുകളാണെങ്കിലോ തേടിൽ ഒരു കാരണവശാലും നമ്മുടെ വാഹനം പോകത്തില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളവിടെ സെക്കൻഡ് ഗിയർ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഡ്രൈവിങ്ങിലുണ്ട്. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഗിയറിനെ മനസ്സിലാക്കുക. ഇങ്ങനെ ആക്സിലറേഷനും കൂടെ കൊടുത്ത് ഗിയർ ഇടുക. ഇനി അതുപോലെ നമ്മൾ ഫോർത്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ല നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണ്. അപ്പം നിരപ്പ് കണ്ടാൽ ഉടൻ ഫോർത്ത് എടുക്കുക എന്നുള്ളതല്ല. അവിടെയും നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്ന ട്രിക്ക്, അതായത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കുന്നു. ഇതുകൊണ്ടോ ഞാൻ ഗിയർ ലിവറെ എൻ്റെ ഇടത്തെ കൈ എടുത്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആക്സിലറേഷൻ നമ്മൾ പതിയെ കൊടുത്ത് വാഹനത്തിന് വേഗതയാക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു. ക്ലച്ച് ചവിട്ടി പിടിച്ചേക്കുവാണ്. ഇപ്പോഴും വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ്. കൊടുത്ത ആക്സിലറേഷൻ ഈ സമയത്ത് ഞാൻ ഫോർത്ത് കൊടുത്തു, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു. ഇനി ഡൗൺ ഷിഫ്റ്റിംഗ് ആണ് നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു കയറ്റം വന്നു. ഞാൻ വണ്ടി ഉരുണ്ടോണ്ടിരുന്ന സമയത്ത് കൊണ്ട് തേട് കൊടുത്തു, ക്ലച്ച് അയച്ചു, ആക്സിലറേഷൻ കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി വണ്ടി ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് വരുവാണ്. ഇവിടെ കയറ്റമാണെന്ന് കണ്ട് ആക്സിലറേഷൻ അയച്ചു, ക്ലച്ച് പിടിച്ചു, വണ്ടി ഉരുണ്ടോണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഇവിടുന്ന് ഒരു ടേൺ എടുക്കണം. നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയർ വീണ്ടും ഞാൻ റണ്ണിങ് നിലനിർത്തിയതുകൊണ്ട് ഫസ്റ്റ് കൊടുത്തു, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ഇതുകൊണ്ടോ ആക്സിലറേഷൻ കൊടുത്തു. അപ്പോൾ ഡൗൺ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യണം? ക്രമത്തിൽ ഡൗൺ ചെയ്യാനും ഒപ്പം തന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ക്ലച്ച് ചവിട്ടി ഗിയറുകൾ ഓരോന്ന് കൊടുക്കുക. ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കുക, തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുക, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കുക. അപ്പോൾ വണ്ടിയുടെ റണ്ണിങ് നിൽക്കുന്നതിന് മുന്നേ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പ്രോപ്പറായിട്ട് ക്രമത്തിൽ ഗിയർ ഡൗൺ ചെയ്ത് വാഹനത്തിൻ്റെ വേഗത നമ്മുടെ കൺട്രോളിൽ എത്തിക്കാൻ കഴിയും. ഗിയർ ഇടുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും തെറ്റത്തുമില്ല. ഇനി ഇവിടെ ഒരു കയറ്റമാണ്. എന്നാൽ ഇനി നമുക്ക് പെട്ടെന്ന് സെക്കൻഡ് കൊടുക്കുക എന്നുള്ളതല്ല. കയറ്റത്ത് സെക്കൻഡ് കൊടുക്കാൻ തീരുമാനിച്ചാൽ കയറ്റത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കി ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡാക്കുക, ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയർ ഇടുക. ഇതുകൊണ്ടോ വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കുക, ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് ചവിട്ടുക, സാവധാനം ന്യൂട്രൽ വന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കുന്നു, ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. അപ്പോൾ ഇങ്ങനെ കാർ ഡ്രൈവിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡ്രൈവിങ്ങിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ക്ലച്ചും ഗിയറും ഈ മെത്തേഡിൽ ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്.